ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഞങ്ങൾ നാട്ടിലായതിനാൽ ഇന്ന് ഞങ്ങളുടെ മാടപ്പാട്ട് കുടുംബയോഗം കൂടാൻ സാധിച്ചു. ശരിക്കും മാടപ്പാട്ട് കുടുംബാംഗങ്ങളെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നി. കൂടാതെ ആ കുടുംബയോഗത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാനും സാധിച്ചതിന് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വെരി റവറൻ ജേക്കബ് തോമസ് കോറപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ കുടുംബയോഗ സമ്മേളനം ആരംഭിച്ചു. വെരി റവറൻ അലക്സ് തോമസ് കോറപ്പിസ്കോപ്പ, റവറൻ ഫാദർ കുരുവിള പെരുമാൾ, റവറൻ ഫാദർ ഷൈജു ജോസ്, റവറൻ ഫാദർ റോബി ജോസ്, റവറൻ ഫാദർ ആൻഡ്രൂസ് ജോസഫ്, ശ്രീ ജോസഫ് മറ്റപ്പള്ളി, ശ്രീ അരുൺ മർക്കോസ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. കുടുംബയോഗത്തിന് മുമ്പായി കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി പെൺകുട്ടികളും ആൺകുട്ടികളും പാട്ടും ഡാൻസും ഒക്കെ അവതരിപ്പിച്ചു. കൂടാതെ കസേരകളി, പിന്നെ വാലുപറിക്കൽ, മെഴുകുതിരി കത്തിക്കൽ എന്ന ഗെയിംസും അന്നമ്മ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നടത്തി. കുട്ടികളൊക്കെ വളരെ ത്രില്ലടിച്ച് കളികളിൽ പങ്കുചേർന്നിരുന്നു. ഇവരിൽ ജയിച്ചവർക്കൊക്കെ സമ്മാനങ്ങളും കിട്ടി കേട്ടോ. അതിലുപരിയായി 75 വയസ്സ് കഴിഞ്ഞവരെ പൊന്നാടയിട്ട് അഭിനന്ദിച്ചു. കാരണം 75 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് ഭാഗ്യം തന്നെയാണല്ലോ. അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുത്തു. എല്ലാത്തിനും ഉപരിയായി എല്ലാവരും ഒന്നുപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു പുതിയ തലമുറയെയും പഴയ തലമുറയെയുമുള്ള പരിചയപ്പെടുത്തൽ. എല്ലാവരുടെയും പേരുകളൊന്നും ഓർക്കത്തില്ലെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മാടപ്പാട്ട് കുടുംബം എന്ന് അഭിമാനിക്കാമല്ലോ. ശരിക്കും ലോകത്തിൻ്റെ എവിടെ ചെന്നാലും അവിടെ ഒരു മാടപ്പാട്ട് കുടുംബത്തിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് ഉണ്ടാകാറുള്ളത്. ഞങ്ങളുടെ കുടുംബയോഗത്തിന് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും 300 പേരോളം ആളുകൾ പങ്കെടുത്തിരുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ എല്ലാവർക്കും സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അറേഞ്ച് ചെയ്തിരുന്നു. ഇത്രയും ഭംഗിയായി ഈ കുടുംബയോഗം ഓർഗനൈസ് ചെയ്ത ഞങ്ങളുടെ സ്വന്തം മാടപ്പാട്ട് അച്ഛന് പ്രത്യേക അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. കൂടാതെ 2 മിനിറ്റ് നേരം എനിക്ക് കുടുംബത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാനും സാധിച്ചു. ഇത് നമ്മുടെ ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ആളാരാണ്, അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ആ വീടിനെ സന്തോഷമായിട്ടും നല്ലൊരു ഭവനമായിട്ടും ആക്കി തീർക്കുവാൻ പറഞ്ഞേ ആർക്കാ? വീട്ടമ്മയ്ക്ക്. ആരാ പറഞ്ഞേ? വെരി ഗുഡ് അച്ഛൻ, ഒത്തിരി താങ്ക്സ് കേട്ടോ. ശരിക്കും പറഞ്ഞ വീട്ടമ്മ എന്ന് പറയുന്നത് സോൾ ഓഫ് ദ ഫാമിലിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ആത്മാവ്. നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളർ ഇല്ലേലും ഒന്ന് പൊക്കി വെക്കേണ്ട ഒരു കാര്യമാണത് കേട്ടോ. കാരണം ആ വീട്ടിലെ ശാന്തിയും സമാധാനവും എല്ലാം കൊണ്ടുവരുന്ന ആളാണ് ആ അമ്മ. ഒരു വീട്ടിലെ ആ അമ്മയ്ക്ക് സ്നേഹവും, ഒരു മനുഷ്യരോട് നല്ലപോലെ സംസാരിക്കുകയും ഇടപെടുകയും വീട്ടിൽ ആരെങ്കിലും വന്നാൽ സ്നേഹത്തോടെ ഒരു കപ്പ് കാപ്പി കൊടുക്കുകയും എല്ലാം ചെയ്തെന്നാൽ മനുഷ്യർ വീട്ടിൽ വരും. എല്ലാവർക്കും ആ വീട്ടിൽ വരാനായിട്ടും സഹകരിക്കാനായിട്ടും ഇഷ്ടമുണ്ട്. ഇനിയിപ്പം ആ വീട്ടിലെ അപ്പച്ചൻ സോറി കേട്ടോ ചില മൂരാച്ചി ആണെങ്കിൽ പോലും ആളുകൾക്ക് അവിടെ വരാനായിട്ട് തോന്നും. നേരെ മറിച്ച് ഈ അമ്മ ആരെങ്കിലും വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒന്ന് മിണ്ടിയെന്നായി, അല്ലെങ്കിൽ ഒരു കാപ്പി കൊടുക്കാനായിട്ടോ ഒന്നും സൽക്കരിക്കാനൊന്നും ഇഷ്ടമില്ല, ചുമ്മാ എന്തെങ്കിലും ക്യാഷ്വലായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞെന്നാൽ ആ വീട്ടിൽ ഇനിയിപ്പോൾ ആ അപ്പച്ചന് ഒരുപാട് നല്ലതാണ്, സ്നേഹസമ്പന്നനാണ്, ദാനശീലം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞെന്നാലും ആ വീട്ടിലോട്ട് അധികം ആളുകൾ വരുമോ? ഇല്ല. പിന്നെ ഈ വീട്ടമ്മമാരെന്താണ് സോളായി തീരുന്നത്, അല്ലെങ്കിൽ ആത്മാവായി തീരുന്നെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഇപ്പം എല്ലാവർക്കും ലാവിഷാണ്, ഇഷ്ടം പോലെ കാശുണ്ട്, സമ്പൽ സമൃദ്ധിയുടേതാണ്. പണ്ടത്തെ കാലത്ത് ഒരാൾ വീട്ടിൽ വന്നാൽ, ഇപ്പം എൻ്റെ അമ്മ വീട് അരിപ്പറമ്പിൽ നിന്ന് ഒരാൾ നടന്ന് പാമ്പാടി ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞെന്നാലും അപ്പോൾ നമുക്ക് ഓടിപ്പോയി അവർ ക്ഷീണിച്ചാ വരുന്നത്. അപ്പോൾ ഈ അമ്മ എന്താ എടുക്കും? ഈ അമ്മയുടെ ഭക്ഷണമായിരിക്കും അവർക്ക് കൊടുക്കുക, അല്ലേ? നിന്ന നിപ്പിൽ ഇപ്പം നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് കാണത്തില്ല. ഇല്ലെങ്കിൽ ഉടനെ ഒരു പുട്ട് പുഴുങ്ങി അല്ലെ മുട്ടയൊന്ന് പുഴുങ്ങി എങ്ങനെയാണെന്ന് പറഞ്ഞെന്നാലും ആ അമ്മമാര് കൊടുക്കും. ഇന്നത്തെ കാലത്ത് പിന്നെ പ്രശ്നമല്ല കേട്ടോ. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നും കൊടുത്തില്ലല്ലോ സാരമില്ല, എന്തുവാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അതിന് തക്ക കാശുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ
നമ്മുടെ അതെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്ത്രീ അല്ലെ ആ വീട്ടിലെ അമ്മയായിരിക്കണം അതിന്റെ ആത്മാവ്. ഇപ്പൊ എത്ര അച്ചായിമാർ എന്നോട് ദേഷ്യം വന്നിട്ടുണ്ട് അമ്മമാരെ പുകഴ്ത്തിയാന്. ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടോ? അല്ല, ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാനൊന്നും പറയത്തില്ല. ഉണ്ടോ? ഇല്ലേ? ഞാൻ ഓർത്ത് എന്നാന്നറിയാമോ, സാധാരണ കേരളത്തിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഇച്ചിരി മുൻതൂക്കം ഉള്ളതാണ് അല്ലേ, അത് സ്ത്രീകളും വിട്ടുകൊടുക്കും. പക്ഷേ അല്ലേ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എല്ലാ പുരുഷന്മാരോടും കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം ഇല്ലെങ്കിൽ ആ വീടില്ല. അപ്പോൾ നിങ്ങളാണ് ആ വീടിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. നമുക്കൊരു നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛന്മാരെല്ലാവരും നല്ല ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷൻ ആയിരിക്കണം. അതുപോലെ അമ്മമാരെല്ലാം അതിൻ്റെ ആത്മാവുമായിരിക്കണം. അതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ നാഥനായിട്ടിരിക്കേണ്ടത് നമ്മുടെ ദൈവമാണ്. അങ്ങനെ ഈ ആത്മാവും ഫൗണ്ടേഷനും നാഥനും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ കുടുംബം പരമാർത്ഥമായിട്ടിരിക്കും. ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മക്കളൊക്കെ ഇപ്പൊ ജോലി കിട്ടി എല്ലായിടത്തും ഒക്കെ പോവുകയാണ്. നമ്മളെല്ലാ പേരൻസും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് ത്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ എക്സൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇടുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഫാദർ മദർ ഐ ലവ് യു എന്ന് പറയാനായിട്ട് ആരും മറക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സമയത്ത്. ഇപ്പോഴത്തെ കാലത്തുള്ളവർക്കൊന്നും പൈസ കൊടുത്തൊന്നും വലുതായിട്ടൊന്നും സഹായിക്കേണ്ടെന്ന് പറഞ്ഞാലും അവർ ദൂരെ ആയിരുന്നാലും ആ ഒരു ഫോൺ വിളിയിലും അച്ചായ, അമ്മ, അല്ലെ പപ്പ, മമ്മി, ഡാഡി, മമ്മി സുഖമാണോ എന്ന് ചോദിക്കുകയും ഒന്ന് സംസാരിക്കുകയും ചെയ്യേണ്ടത് വളരെ ഒരു ഇതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിനും അഭിവൃദ്ധി വരികയുള്ളൂ. ഫാദർ മദർ ഐ ലവ് യു എന്ന് ഉരുവിടാൻ ശ്രമിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വരും.